ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 66, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിന ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ആകർണ്യദേവി പ്രദീപാം വാണീമേണീ ദൃശാപരം ദിനാഹ മാമാ കരുണാ സിന്ധു പരിത്യജ്യത്യതിചിരം വിലേപ്യസ്താഹ. അന്വയം. അർത്ഥം. താ ആ ഏണീദൃശ സുന്ദരിമാർ, തേ അങ്ങയുടെ, പ്രദീപാം വിരുദ്ധമായിരിക്കുന്ന, വാണിയും വാക്കിനെ, ആകർണ്യ കേട്ടിട്ട്, പരം ഏറെ, ദിനാഹ ദുഃഖിതകളായിട്ട്, കരുണാസിന്ധു കരുണയ്ക്കിരിപ്പിടമേ, മാമാ പരിത്യജ്യേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഇതി എന്നിപ്രകാരം, അതിചിരം വളരെ നേരം, വിലേപു പറഞ്ഞു വിലപിച്ചു. ഹരിവും. സാരം. ആ സുന്ദരികളായ ഗോപവനിതകൾ അങ്ങയുടെ വിപരീത വാക്കുകൾ ശ്രവിച്ച് ദുഃഖിതകളായി, ഭഗവാൻ ദയാനിധേ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് വിലപിച്ചു. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. താസാം രുദിതൈലിപിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താപി സമം പ്രവർത്തോ യമുനാ പുളിനേഷു കാമം അഭിരന്തും. അന്വയം. അർത്ഥം. മുരാരേ ഭഗവാൻ വിഷ്ണു, ത്വം അങ്ങ്, താസാം പ്രേമവൃതികളായ അവരുടെ, രുദിതൈ വിലാപങ്ങൾ കൊണ്ടും, ലിപിതൈ ദയനീയമായ വാക്കുകൊണ്ടും, കരുണാകുലമാനസ ദയ കൊണ്ട് ഇളകിയ മനസ്സോടുകൂടിയവനായി, യമുനാപുളിനേഷു യമുനയുടെ തീരങ്ങളിൽ, താപീസമം അവരൊന്നിച്ച്, കാമം ഇഷ്ടം പോലെ, അഭിരന്തും രമിക്കാൻ പ്രവർത്തക തയ്യാറായി. ഹരിവും. സാരം. ഗോപവനിതകളുടെ കരച്ചിലും ഹൃദയസ്പർശികളായ വാക്കുകളും ഭഗവാന്റെ മനസ്സലിയിച്ചു. അവരോടൊത്ത് യമുനാ ഉൾനത്തിൽ രാസലീല നടത്തുവാൻ ഭഗവാൻ തയ്യാറായി. ഹരിവും.